ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് കേക്ക് ഓർഡറുകളും അതിൻ്റെ ഡിസൈനുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. മഴക്കാലമാണ്, പക്ഷേ ഒരു തുള്ളി മഴയില്ല, നല്ല വെയിലാണ് കേട്ടോ. നല്ല പൊള്ളുന്ന വെയിലാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ? നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതൊരു 1.5 kg 2 year ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നൈബർ തന്നെയാണ്, സിയാൻ മോനുള്ള ബർത്ത്ഡേ കേക്കാണ്. ഷാലുവാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഫോക്സ് ബോളും പ്രിൻ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മളെ ഫോണ്ടൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക, പക്ഷേ ഫോണ്ടൻ്റ് ആകുമ്പോൾ റേറ്റും കൂടും. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് ഓക്കെയാണ് കേട്ടോ. നമ്മൾ ഫോണ്ടൻ്റ് ഒഴിവാക്കിയതാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്യാനും പറ്റിയ ഒരു ഇതാണ് പ്രിൻ്റ്. അവർ തന്ന മോഡലും പ്രിൻ്റ് തന്നെ ആയിരുന്നു. ഞാൻ പോലെ തന്നതെന്ന് പറയാൻ പറ്റില്ല, ഞാൻ അവർക്ക് മോഡലുകൾ അയച്ചു കൊടുത്തിരുന്നു, അവർ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു മോഡൽ. ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ റെഡ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ആ ഒരു തീമിൽ ചെയ്തതാണ് കേട്ടോ. നമ്മൾക്ക് എപ്പോഴും ഓർഡർ തരുന്ന നമ്മളെ സ്ഥിരം ഒരു കസ്റ്റമർ തന്നെയാണ് കേട്ടോ നമുക്കിത് ഓർഡർ തന്നിരിക്കുന്നത്. അവർക്ക് റെഡ് വെൽവെറ്റിൻ്റെ തീമിൽ വേണമാണോ വൈറ്റ് ഫോറസ്റ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. വാലൻറ്റൈൻസ് ഡേ മുത്തുമോൻ്റെയും വാലൻറ്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഉള്ള ഗിഫ്റ്റ്. ഇതൊരു 1 kg ദുബായ് ചീസ് കേക്കാണ് കേട്ടോ. അപ്പോൾ വൈറലായിരിക്കുന്ന ഒരു കേക്കാണിത്. സൂപ്പർ ടേസ്റ്റി കേക്കാണ്, ചീസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത് ചെറിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു ഫ്ലേവർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ കഴിച്ചിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. സൂപ്പർ ടേസ്റ്റാണെന്നത് എല്ലാവരും പറയുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വൈഫിൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ. ഇത് പുറത്താർക്കുമല്ല, ചെറിക്ക് ഓഫീസ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 kg കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചോക്ലേറ്റ് കേക്കാണ് വേണ്ടത് കാരണം അങ്ങനെ ചെയ്ത കേക്കാണ്. സിമ്പിളായിട്ട് ചെറിയൊരു രീതിയിലുള്ള ഡെക്കറേഷൻസൊക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. ചോക്ലേറ്റ് ട്രഫിൾ, ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഇതൊരു 1 kg പിസ്താച്ചിയോ കേക്കാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ ഡിസൈന് ഇവർ തന്ന ഡിസൈനാണ്. അവർ ഒരു മോഡൽ അയച്ച് തന്നിട്ട് അതേ മോഡലിൽ ചെയ്യണം എന്ന് പറഞ്ഞതാണ് കേട്ടോ. നമ്മളെ നൈബർ തന്നെയാണ് ഇത് നമുക്ക് ഓർഡർ തന്നത്. നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. 1 kg ആണ് മോൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു 1/2 kg റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. ബാറ്റ്മാൻ തീമിൽ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നൈബർ തന്നെയാണ് നമുക്ക് ഓർഡർ, സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന ഒരാൾ തന്നെയാണ് നമുക്കിത് ഓർഡർ തന്നിരിക്കുന്നത്. മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇന്നുവിന് വേണ്ടിയിട്ട് ഒരമ്മ അസ്മിന ഓർഡർ തന്നതാണ് കേട്ടോ. ഇത് അവർക്ക് റെഡ് വെൽവെറ്റ് കേക്ക് വേണം, ബാറ്റ്മാൻ്റെ തീമിൽ സിമ്പിളായിട്ട് വേണമെന്ന് പറഞ്ഞു. സ്റ്റിക്കർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫോണ്ടൻ്റ് വർക്കിനുള്ള ടൈമും ഇല്ലായിരുന്നു. പിന്നെ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മതി എന്ന് പറഞ്ഞു, അതുപോലെ ചെയ്തതാണ്. അപ്പം സ്റ്റിക്കർ വർക്കാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ഫോണ്ടൻ്റ് വർക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യണം, അതുപോലെ കുറച്ച് ബഡ്ജറ്റ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് രണ്ടും അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് അഫോർഡബിൾ ആകുന്ന ഒരു ഇതിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ബാറ്റ്മാൻ കേക്ക്? എല്ലാവരും ഒന്ന് ഇതിനെക്കുറിച്ച് ഒരു ഇത് പറയണം കേട്ടോ, കമൻറ്റ്.
ഇതൊരു അടിപൊളി ഫ്ലേവറുള്ളൊരു കേക്കാണ് കേട്ടോ. റാഫല്ലോ കേക്ക് അറിയാം. റാഫല്ലോ ക്യാൻഡിയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ഒരു കേക്കാണിത്. സൂപ്പർ ടേസ്റ്റി കേക്കാണ്. ബദാമിൻ്റെയും കോക്കനട്ടിൻ്റെയൊക്കെ ഒരു മിക്സഡ് ഫ്ലേവറായിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് ഇത്. ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു കേക്കാണ്, അല്ലാതെ ഇത് സെയിലിന് വേണ്ടി ചെയ്തതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലാസിക്കൽ ഡിസൈന് മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേക ഡിസൈനൊന്നും കൊടുക്കാതെ ആ ഒരു ഫുൾ ക്ലാസിക്കൽ ഡിസൈനിൽ മാത്രം ചെയ്തെടുത്ത ഒരു അടിപൊളി റാഫല്ലോ കേക്ക്. ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അധികം വലിയ വലിയ ഡെക്കറേഷൻസ് ഒന്നും മോഡൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ഒന്നും അല്ലായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു 2 വയസ്സായ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് 2 ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തു എന്നുള്ളൂ. സോഫ ഫാത്തിമ പറഞ്ഞ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മളെ നൈബർ തന്നെയാണ് ഇത് ഓർഡർ തന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു 1 kg വാനില കേക്കാണ് കേട്ടോ. നമ്മളെ നൈബർ തന്നെയാണ് നമുക്കിത് ഓർഡർ തന്നിരിക്കുന്നത്. ഒരു സാധാ കേക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലേവറുകൾ കാര്യമായിട്ടൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തൊരു കേക്കാണ്. വാനില 1 kg മതി എന്ന് പറഞ്ഞു. അപ്പം ബഡ്ജറ്റ് കുറച്ചിട്ട് വേണമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. വിത്ത് ക്രീം ചീസാണ് കേട്ടോ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ക്രീം ചീസ് കേക്ക്. ഇത് നമ്മളെ പഴയ ഒരു നൈബറാണ് നമുക്ക് ശ്രീനിവാസേട്ടന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അവരെ മകനും മരുമകളൊക്കെ US നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ്. ഇതൊരു 2 kg ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. ബട്ടർ സ്കോച്ച് കേക്ക് പിന്നെ എല്ലാവർക്കും അറിയാവുന്നല്ലേ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ഇതിൽ ചെയ്തിരിക്കുന്ന ടെഡീസൊക്കെ സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. സ്റ്റിക്കർ കട്ട് ചെയ്ത് ഫോട്ടോസ് കട്ട് ചെയ്തിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഫോക്സ് ബോളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലിറ്ററൊക്കെ കൊടുത്തിട്ട് സൂപ്പറായിട്ട് ചെറുതായിട്ട് ഒരു ഗ്രേയോ ബ്രൗണോ അങ്ങനെ എന്തോ ഒരു ബ്രൗൺ കളറിൽ ചെയ്തൊരു കേക്കാണ് കേട്ടോ. നിതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഓർഡർ ചെയ്തതാണിത്. അപ്പോൾ അത്രയാണ് ഈ കേക്കിൻ്റെ വിശേഷം. സൂപ്പർ കേക്കാണ്, ടേസ്റ്റി കേക്കാണ്. ഇത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഇതിൻ്റെ മുന്നേ നമ്മളടുത്തുനിന്ന് ഒരു കേക്ക് വാങ്ങിയ ഒരാൾ തന്നെയാണ് കേട്ടോ. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവർ മോഡൽ ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് മോഡൽസ് അയച്ചു കൊടുത്തു. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തൊരു മോഡലാണ് കേട്ടോ അത്. ഇതൊരു 1/2 kg ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ഇതിൽ ബർത്ത്ഡേ വിഷസൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്നും വിശേഷമൊന്നും കാര്യങ്ങളൊന്നും എഴുതാതെ ചെയ്തതാണ്. ഇതൊരു ബട്ടർ സ്കോച്ച് കേക്കാണ്. നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ആൾ തന്നെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഡിസൈനിൽ ചെയ്തതാണ്. ഇതൊരു 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഒരു ഗോൾഡ് കളർ കേക്ക് വേണമെന്നാണ് എന്നോട് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഒരു ഗോൾഡ് വരുന്ന ഒരു തീമിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു ടോപ്പറും വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ. പിന്നെ ബട്ടർഫ്ലൈ ആണ് അവർക്ക് വേണ്ട തീം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ കേക്കാക്കി. ഒരു പ്രിൻ്റാണ് കേട്ടോ ഇത്. പേപ്പർ ബട്ടർഫ്ലൈസാണ് ഫുള്ള്. ഷുഗർ ബോൾസ് എല്ലാം കൊടുത്തിട്ട് അങ്ങോട്ട് നല്ലൊരു അടിപൊളി കേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കൃതികൻ്റെ
ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഓർഡർ ചെയ്ത ഒരു 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതൊരു 1/2 kg ബ്രൗണിയാണ് കേട്ടോ. ഒരു ബർത്ത്ഡേക്ക് തന്നെ ഓർഡർ ചെയ്തതാണ്. നമ്മൾ എപ്പോഴും വാങ്ങുന്ന ആൾ തന്നെയാണ്. ഒരു സ്ഥിരമായിട്ട് കേക്കാണ് ഓർഡർ ചെയ്യൽ. ഈ പ്രാവശ്യം അവർക്ക് ബ്രൗണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹർഷിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഓർഡർ ചെയ്തതാണെന്നാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അവർ ഓർഡർ ചെയ്തതാണ്. അവളല്ല ഇത് എന്ന് പറഞ്ഞത്, അവളെ നാത്തൂനാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വൈഫിന് കൊടുക്കാൻ വേണ്ടി ബ്രൗണി ഓർഡർ ചെയ്തതാണ്. നല്ല നട്ട്സും ചോക്ലേറ്റി ആയിട്ടുള്ള ച്യൂയി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രൗണിയാണ് കേട്ടോ. 1/2 kg ആണ്. 1.5 റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. ക്രീം ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ പഴയ ഒരു നൈബർ അവർ ഓർഡർ അത്തിപ്പാളി ആണ് അവരെ വീട്. അപ്പോൾ അവിടെ നമ്മൾ താമസിച്ചപ്പോൾ അവിടെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാണ്. അവർ പേരക്കുട്ടിക്ക് വേണ്ടി ശ്രീനിവാസണ്ണന് ഓർഡർ ചെയ്തതാണ്. റിയ മോൾക്ക് വേണ്ടി ഒരു പേരക്കുട്ടീൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് മോഡലോ കാര്യങ്ങളോ ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെറിയൊരു മോഡലിൽ ചെയ്തതാണ് കേട്ടോ. ഇതൊരു 1.5 kg ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. തീമിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ വിങ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടൊരു മോഡൽ അവർ അയച്ചു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. 1.5 kg ആണ്. ബട്ടർ സ്കോച്ച് കേക്കാണ്. ബട്ടർ സ്കോച്ച് കേക്ക് പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പർ ടേസ്റ്റി കേക്കാണ്. ഇത് നമ്മളെ പഴയൊരു കസ്റ്റമർ തന്നെയാണ്. അവരെപ്പോഴും തേവർശോല 9th മൈലിലുള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മളെ വീടിൻ്റെ പണിയൊക്കെ കുറേ അവരാണ് ചെയ്തത്. ഇൻഡസ്ട്രിയൽ വർക്കുകളൊക്കെ അവരാണിത് നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്, നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത്. ഒരു മോൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കാണെന്ന് അറിയില്ല. അവർ പേര് പറഞ്ഞ് മെസ്സേജ് അയച്ചതാണ്. ഇന്ന് ഉച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചതാണ്. ഇതൊരു 1 kg പിസ്ത ഫ്ലേവർ കേക്കാണ് കേട്ടോ. ഇതും നമുക്ക് സഫ്വാൻ തന്നെയാണ് ഓർഡർ തന്നിരിക്കുന്നത്. നമ്മളെ പഴയ കസ്റ്റമറാണ്. ഒരു 2 കേക്കാണ് ഓർഡർ ചെയ്തത് വൈഫിൻ്റെയും മോളെയും ബർത്ത്ഡേക്ക്. ഒന്ന് ഒരു ബട്ടർഫ്ലൈ തീമും ഇതൊരു ഹാർട്ട് ഷേപ്പ് കേക്കും വേണം പറഞ്ഞു. അതൊരു ബട്ടർ സ്കോച്ച് ആയിരുന്നു. ഇതൊരു പിസ്താച്ചിയോ ഫ്ലേവറിലുള്ള 1 kg ഹാർട്ട് ഷേപ്പ് കേക്കാണ് കേട്ടോ. ഒരു ഹാർട്ട് ഷേപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അല്ലാതെ പ്രത്യേക കസ്റ്റമൈസേഷനൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു സിമ്പിൾ മോഡൽ ആക്കിയതാണ്. കുഴപ്പമില്ലാത്ത വൈഫിന് ചെറിയൊരു ഹാർട്ടൊക്കെ വെച്ചിട്ട് മൈ വൈഫ് എന്ന് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ മൈ വൈഫ് എന്ന് മാത്രമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിസ്താച്ചിയോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. ഇതൊരു 3 കിലോ എഗ്ലെസ് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. പൈനാപ്പിൾ കേക്ക് അധികം അങ്ങനെ ഓർഡർ വരുന്നൊരു കേക്കൊന്നുമല്ല. പക്ഷേ സൂപ്പർ ടേസ്റ്റി കേക്കാണ്. അത് അധികം ആൾക്കാർ അങ്ങനെ അറിയാറില്ല. അവർക്ക് സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ് അങ്ങനെയല്ലേ വരല്. പിന്നെ കൂടുതൽ എനിക്ക് വരല് ബട്ടർ സ്കോച്ചാണ്, പിസ്ത അങ്ങനെയൊക്കെ അങ്ങനെ വരും. ഇത് പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. ഞാൻ അയച്ചു കൊടുത്ത കുറച്ച് മോഡലിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞൊരു മോഡലാണ്. ഇത് നമ്മളെ പ്രവീണാണ് എനിക്ക് ഓർഡർ തന്നത്. അവൻ്റെ ഫ്രണ്ടിൻ്റെതാണോ റിലേറ്റീവ്സിൻ്റെ ആണോ അറിയില്ല. മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളതാണ്.